ഹായ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്തോ പറ്റി ഇന്ന് ഇവിടെ കറണ്ടില്ല, നമുക്ക് മാത്രം കറണ്ടില്ല. പിന്നെ അതിൻ്റെ താഴത്തെ സ്വിച്ച് ബോർഡ് താന്നിരിക്കുന്നത് സ്ട്രിപ്പായി പോയെന്ന്. നമ്മളിന്ന് എന്തായാലും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ചേച്ചിയും എല്ലാവരും കൂടെ ലുലുമാളിൽ പോകാൻ പോവാണ്. അവിടെ ചെന്ന് നല്ല കാറ്റൊക്കെ സുഖമായിട്ടിരിക്കാം, കുറച്ച് നേരം കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാം. നമുക്ക് പിള്ളേരും ഉണ്ട്. നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഈ രണ്ടാം നിലയൊക്കെ ആയിട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും ലുലുമാളിലേക്ക് പോകാം. ഫോണിനകത്തൊന്നും ചാർജില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വല്ലതും വേണം കുത്തിയിടാൻ വേണ്ടി അല്ലേടി. ഹായ് ബൈ. ഇങ്ങനെ നമ്മൾ നമ്മുടെ കാറിലെത്തിയിരിക്കുവാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. കുഞ്ഞാറ്റ പുറകിലാണ്. മീനു ഇത് അങ്കമാടി പോയാക്കുവാണ്. ഇനിയിപ്പോൾ മീനു വന്നിട്ട് വേണം നമുക്ക് ലുലുമാളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നേരെ വണ്ടിയിൽ എണ്ണ അടിച്ച് കഴിഞ്ഞിട്ട് നേരെ കാർ പാർക്കിംഗ് ചെന്നിട്ട് ഓരോ മണിക്കൂറിന് ഇവിടെ 10 രൂപ വെച്ചിട്ടാണ് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടുക്കിക്കാർ കൊച്ചി അതുപോലെ തന്നെ ട്രിവാൻഡ്രം എവിടെ വന്നാലും ആദ്യമേ കയറുക ലുലുവിലേക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളും ചെയ്തത്. അതുമല്ല, നല്ല വേർത്ത് കുളിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ ഇരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും രാത്രിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അവിടെ നിന്ന് നേരെ ഒരു 2 ബിരിയാണി മേടിച്ചു. 500 സംതിങ് രൂപയാണ് ഈ 2 ബിരിയാണിക്ക് വരുന്നത്. അപ്പോൾ ഈ ബിരിയാണി കഴിക്കുന്നിടത്ത് നമ്മൾ നേരെ ടോപ്പ് ഫ്ലോറിലാണ്, അവിടെ ഇരുന്നിട്ടാണ് കഴിച്ചത്. നേരെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. മീനുവിന് നല്ലതായിട്ട് ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു. പക്ഷേ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ബിരിയാണിയായിരുന്നു ഈ ഒരു ബിരിയാണി. ആ 500 സംതിങ് രൂപയ്ക്ക് ഒട്ടും വെർത്തേ അല്ല. പിന്നെ ഞങ്ങളൊരു ചായയും കടിയൊക്കെ അവിടെ നിന്ന് കുടിച്ചു. എന്തായാലും നേരം രാത്രിയാക്കണം, അതുകൊണ്ട് തന്നെയാണ് ചായയും കുടിച്ചത്. അതുപോലെ തന്നെ നമ്മൾ നേരെ അതിന് ശേഷം വിട്ടത് ഫ്രൈഡ് ചിക്കനിലേക്കാണ്. അപ്പോൾ ഇന്ന് തീറ്റയും കൂടിയും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കറക്കത്തിൻ്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ലുലു കയറുക, കഴിക്കുക, എന്തെങ്കിലും കഴിഞ്ഞിട്ട് രാത്രിയാക്കുക, നേരെ വീട്ടിലേക്ക് വിടുക. അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. ഫ്രൈഡ് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ വർഷത്തിൽ ഒന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ തോന്നും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്മൂത്തി ഉണ്ടായിരുന്നു. സ്മൂത്തി അടിപൊളിയായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഞങ്ങൾ ലുലുവിന്നൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു രസമൊന്നും ഇല്ലായിരുന്നു. ഫേസ് സ്കാനറുടെ ഒരു സ്റ്റോപ്പ് ക്രീമും ഞാൻ മേടിച്ചു. ഫേസ് സ്കാനറിൻ്റെ ഈ ലിപ് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കുമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. സൂപ്പർബായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല തിളക്കമുണ്ട് സ്റ്റോപ്പ് ക്രീമൊക്കെ ഇട്ടതിൽ. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംഭവം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ ചാടിക്കളിക്കുന്നതൊക്കെ, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ശേഷം കുഞ്ഞാറ്റനെ കളിപ്പിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഞാനൊന്ന് ജസ്റ്റ് അവളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അതിന് ശേഷം 8 മണിയായി തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.